നമസ്കാരം. അന്ന് ആ മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, രാജ്യത്തെ ചുവപ്പ് ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന്. അന്ന് ആ വാക്കിനെ ആരും ചെവിക്കൊണ്ടില്ല. ഇത്രയും കാലമായി ഈ രാജ്യത്തെ കാർന്നു തിന്നുന്ന ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായിരുന്ന ആ ചുവപ്പ് ഭീകരതയെ എങ്ങനെയാണ് അമിത്ഷയ്ക്ക് തുടച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ ശക്തികളും മാധ്യമങ്ങളും ഒരേപോലെ തന്നെ ചിന്തിച്ചിരുന്നത്, ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ 2026 മാർച്ച് 31 എന്ന് പറയുന്ന ദിവസമുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തിന് മുമ്പായി രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കും, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ളതായിരുന്നു അമിത്ഷയുടെ ഒരു വലിയ പ്രഖ്യാപനം. അത് നടന്നിരിക്കുന്നു. രാജ്യം നക്സൽ മുക്തമായിരിക്കുന്നു പൂർണ്ണമായും. അതായത് കീഴടങ്ങുക അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും നക്സലുകൾക്ക് മുന്നിലുണ്ടായിരുന്ന രണ്ട് കടമകൾ. ഇതിൽ ഏത് സ്വീകരിക്കണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാനുള്ള അവസരവും അമിത്ഷയും ഇന്ത്യൻ സൈന്യവും നൽകി. ഭൂരിപക്ഷം പേരും കീഴടങ്ങി. തലയ്ക്ക് ലക്ഷങ്ങൾ വില പറഞ്ഞവർ പോലും അന്ന് അമിത്ഷയ്ക്ക് മുന്നിൽ കീഴടങ്ങി തോക്ക് മുന്നിൽ വച്ച സാഷ്ടാംഗം പ്രണമിച്ച് അങ്ങ് തന്നെ ഇനി കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അതാണ് ചങ്കൂറ്റമുള്ള ഒരു പുലിക്കുട്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ രാജ്യത്തെ ചുവപ്പ് ഭീകരത പൂർണ്ണമായും അവസാനിച്ചു. അതേ അമിത്ഷാ അതേ ആർജവത്തോടുകൂടി വലിയൊരു മറ്റൊരു ഓപ്പറേഷന് ഇറങ്ങുകയാണ്. രാജ്യത്തെ ലഹരി മുക്തമാക്കുന്ന ഒരു വലിയ ഓപ്പറേഷന് വേണ്ടി ഇറങ്ങുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം നടത്തിയിട്ടുള്ള ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ. കുഞ്ഞുകുട്ടികളെ അടക്കം കാർന്നു തിന്നുന്ന സ്കൂൾ വിദ്യാർത്ഥികളെയും കോളേജ് വിദ്യാർത്ഥികളെയും ഒരുപോലെ നരയിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്ന വലിയ ലഹരി മാഫിയയെ അദ്ദേഹം കൃത്യമായി പിടിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. എങ്കിലും നമ്മുടെയൊക്കെ കൊച്ചി ടൗണിൽ പോലും വളരെ സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന പാൻ മസാലകളും മറ്റ് ലഹരി വസ്തുക്കളും ഇന്ന് കിട്ടാനില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഏജന്റുമാർ ഉൾപ്പെടെ, ഇതെല്ലാം തന്നെ ചെറുകിട വ്യവസായം പോലെ നടത്തിയിരുന്നവർ ഉൾപ്പെടെ, ഇതിലെല്ലാം തന്നെ ഇവരെ കൊടുത്തിരുന്ന രാജ്യാന്തര അല്ലെങ്കിൽ അന്തർ സംസ്ഥാന മാഫിയകൾ ഉൾപ്പെടെ എല്ലാം കേരള പോലീസിൻ്റെ വലയിലായി. രാജ്യം കടന്നും പോയി ഈ രമേശ് ചെന്നിത്തലയുടെ പോലീസുകാർ ആളുകളെ പിടിച്ചുകൊണ്ട് വന്നു, പ്രതികളെ പിടിച്ചുകൊണ്ട് വന്നു. അതേ മാതൃക ഇപ്പോൾ രാജ്യത്ത് അമിത്ഷയും ഏറ്റെടുക്കുകയാണ്. അമിത്ഷാ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് 100 തലവ് സുണ്ടമാതി എന്ന് പറയുന്ന രജനീകാന്തിൻ്റെ ഒരു ഡയലോഗിന് സമാനമായി തന്നെയാണ് എല്ലാവരും ഇപ്പോൾ കാണുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റം, അതാണ് അദ്ദേഹത്തിൻ്റെ ആർജവം, അതാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ വാക്കിലുള്ള വില. 3 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ലഹരി മാഫിയകളിൽ നിന്ന് മുക്തമാക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, വളരെ ആർജവപരമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു പ്രസ്താവന അമിത്ഷാ നടത്തിയിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും ഈ പ്രസ്താവനയുടെ ഉപോത്ബലകമായി വരാൻ പോകുന്ന, അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന, അടുത്ത മാസങ്ങളിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് വളരെ ശ്രദ്ധാപൂർവം, വളരെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതാണ്. ഇതിനെ ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടാകാൻ പോകുന്നത്, നേരത്തെ എങ്ങനെയാണോ മാവോയിസ്റ്റുകളെ തുരത്തുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയത് എന്നതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ടോൾ ഫ്രീ നമ്പറുകളുണ്ട്, അത്തരത്തിൽ വിവരങ്ങൾ അറിയിക്കാനുള്ള നമ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ മാറിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളെ എല്ലാം വിവിധ വകുപ്പുകളാണ് ഇത്തരം വിഷയങ്ങൾ നേരത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളെ പിടികൂടുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ലഹരി മാഫിയകളുടെ കയ്യിൽ അകപ്പെട്ടുള്ള ഒട്ടേറെ വിദ്യാർത്ഥികളുണ്ടാകും, യുവജനങ്ങളുണ്ടാകും, മധ്യവയസ്കരുണ്ടാകും. ഇത്തരം ആൾക്കാരെ അവരുടെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ കൊണ്ടുപോയിട്ട് അവരെ ഈ ലഹരിയിൽ നിന്ന് മുക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകണം. അങ്ങനെ വിവിധ വകുപ്പുകൾ ചേർന്നുള്ള ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ, ഒരു കോമ്പിംഗ് സ്ട്രാറ്റജിയാണ് ഇതിൻ്റെ ഭാഗമായി തീരുമാനിക്കുന്നത്. അതായത് വിവിധ ഏജൻസികൾ, അതായത് നമ്മുടെ റോ പോലെയുള്ള പ്രധാനപ്പെട്ട ഏജൻസികൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണോ അതിർത്തി കടന്ന് ഇത്തരത്തിൽ മയക്കുമരുന്നും ഈ സിന്തറ്റിക് ഡ്രഗ്സുകളും ഭാരതത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവർ ചിന്തിക്കുന്നത്. മിലിറ്ററി ഇൻ്റലിജൻസ് പോലെയുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ അതിർത്തി കടന്ന് എത്തുന്ന, നേരത്തെ നമ്മൾ പലപ്പോഴും ഈ റിപ്പോർട്ട് കണ്ടിട്ടുള്ള വാർത്തകളുണ്ട്. അതിർത്തി കടന്ന് ഡ്രോൺ വഴിയൊക്കെ ഇത്തരത്തിൽ സിന്തറ്റിക് ഡ്രഗ്സ് പാകിസ്ഥാനിൽ നിന്നും
അല്ലെങ്കിൽ ചൈനയിൽ നിന്നും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ എത്തിച്ചുകൊണ്ടിരുന്നത്. പ്രധാനപ്പെട്ട ഒരു അതിർത്തിയായിരുന്നു ബംഗ്ലാദേശിലെ അതിർത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിർത്തി സുരക്ഷാ മതിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ യഥേഷ്ടം തന്നെ ബംഗ്ലാദേശികൾക്ക് ഇങ്ങോട്ട് കടന്നു വന്ന്, ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഇവിടത്തേക്ക്, അതായത് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോവുക, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോവുക, അങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ സുരക്ഷാ അതിർത്തി ഇല്ലാത്ത ഭാഗത്തിൽ നിന്ന് കൃത്യമായി ഭാരതത്തിലേക്ക് ഈ സിന്തറ്റിക് ഡ്രഗ്സ് എത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യാപനം നടന്നിരുന്നു. ആ വ്യാപനത്തെ തടയിടുന്നതിൻ്റെ ഭാഗമായി ആദ്യം നടന്നിട്ടുള്ള നമ്മുടെ രാജ്യസുരക്ഷയെ, ഭാരതത്തിൻ്റെ സുരക്ഷയെ കണക്കിലെടുത്തുകൊണ്ട് സുവേന്ദു അധികാരി പശ്ചിമബംഗാളിൽ അധികാരത്തിലേറ്റതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അവിടെ കൃത്യമായി സൈന്യം BSFനെ അവിടുത്തെ ഭൂമി ഏറ്റെടുക്കുകയും തൊട്ടു പിന്നാലെ അവിടെ കൃത്യമായി തന്നെ അവിടെ അതിർത്തി മതിൽ കെട്ടുകയും ചെയ്തിരുന്നു. ഈ അതിർത്തി മതിൽ കെട്ടിലുള്ള നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതോടുകൂടി തന്നെ പൂർണ്ണമായും ബംഗ്ലാദേശികൾ രാജ്യത്തിൽ നിന്ന് അനധികൃതമായി കുടിയേറ്റകരായി മാറി താമസിക്കുന്ന അത്തരം ആളുകളെല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവായി പോകുന്ന സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ആഭ്യന്തര സുരക്ഷയെ വലിയ തരത്തിൽ ആ കാര്യം എല്ലാം സ്വാധീനിക്കപ്പെടും എന്ന നിലയിലേക്ക് തന്നെയാണ് രാജ്യത്തെ സുരക്ഷാ ഏജൻസികളെല്ലാം തന്നെ ഇതിനെ വിലയിരുത്തി കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് വരുന്ന ഈ മയക്കുമരുന്ന് വ്യാപനം, സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ വ്യാപനം പൂർണ്ണമായും തടയാൻ കഴിയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാത്രമല്ല അതിർത്തികളിൽ ഇപ്പോൾ ഉള്ള ഇലക്ട്രിക് സർവൈലൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫെൻസിങ്ങുകൾ, ആ സംവിധാനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും AI സംവിധാനത്തിലൂടെ തന്നെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിർത്തിയിലെ ഈ വേലികൾ കടന്നു വരികയാണ്, അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ ഡിഫീറ്റ് ചെയ്യുക, അതിനെ തോൽപ്പിക്കുക എന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നോക്കുന്നത്. മാത്രമല്ല രാജ്യത്ത് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ എല്ലാം നിർമ്മാണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് എങ്ങനെയാണോ പോപ്പുലർ ഫ്രണ്ടിനെ നേതാക്കളെയെല്ലാം തന്നെ ഒറ്റ രാത്രി കൊണ്ട് അമിത്ഷയുടെ പുലിക്കുട്ടികൾ വന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയത് എന്നതുപോലെ, അല്ലെങ്കിൽ അതിന് സമാനമായി തന്നെ ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന, രാജ്യത്ത് ഉടനീളം നടക്കുന്ന സൈന്യത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ഓപ്പറേഷനുകളുടെ സഹായം, ഏജൻസികളുടെ സഹായം ഉൾപ്പെടെയുള്ളവ സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിൽ വിപുലമായ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തുക എന്ന തരത്തിലേക്കാണ് അമിത്ഷയും ഇപ്പോഴും കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ ആലോചിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വിവരശേഖരണം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പറയുന്ന കൊച്ചു കേരളത്തിൽ പോലും ഇതിന് വ്യാപകമായി റോയും മിലിറ്ററി ഇൻ്റലിജൻസും കേന്ദ്രത്തിൻ്റെ മറ്റ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെല്ലാം തന്നെ വളരെ ശ്രമകരമായുള്ള രീതിയിലുള്ള വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിവരശേഖരണം എല്ലാം തന്നെ കൃത്യമായി അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഓഫീസിലോ തന്നെ റോയുടെ വിവരങ്ങൾ നേരിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാണ് പോവുക. അത് അജിത് ഡോവലാണ് അവിടെ നിന്ന് സ്ക്രൂട്ടിനി ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അമിത്ഷയുമായി ചേർന്ന് ഒരു കൂടിയാലോചിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അടുത്ത 3 വർഷത്തിനുള്ളിൽ രാജ്യത്തിൽ നിന്ന് ലഹരിയെ പൂർണ്ണമായും തുരത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഓപ്പറേഷനാണ് നൽകുന്നത്. പൂർണ്ണമായും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വലിയ പിന്തുണ ഇതിനകം തന്നെ ഈ ഓപ്പറേഷൻ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. അതിന് രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ വലിയ പിന്തുണ ലഭിക്കും. ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ലഹരി മാഫിയോ മറ്റേതെങ്കിലും പിടിക്കുകയാണെങ്കിൽ അവർക്കൊക്കെയുള്ള പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള അടുപ്പം, രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ സംഭാവന നൽകുക, പോലീസിനെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഏജൻസികളെയൊക്കെ സ്വാധീനിക്കുക എന്ന തരത്തിലേക്കുള്ള പല സംഭവങ്ങളും പല നാടുകളിലും, നമ്മുടെ കേരളത്തിൽ പോലും ഒട്ടേറെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഇതിനൊരു കേന്ദ്രീകൃത സ്വഭാവമുണ്ടായി കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി ഇതിന് വേണ്ട തരത്തിലുള്ള നിയമത്തിൽ ഒരു മാറ്റം വരുത്തുക ഉൾപ്പെടെ ഉണ്ടായി. ഇപ്പോൾ ഇത്ര ഗ്രാമിൽ താഴെ കഞ്ചാവ് അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ജാമ്യം കിട്ടാവുന്ന ചെറിയ വകുപ്പുകൾ മാത്രം ഇടുന്ന, അവർക്ക് മേൽ ചുമത്തുന്ന തരത്തിലുള്ള നിയമമാണ് ഇപ്പോൾ ഉള്ളത്. ഈ നിയമത്തിൽ ഒരു മാറ്റം ഉൾപ്പെടെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെ തരത്തിലുള്ള, അത് എത്ര കുറഞ്ഞ ഗ്രാം ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സോ കഞ്ചാവോ മറ്റു സാധനങ്ങളോ കയ്യിൽ വെച്ച് കഴിഞ്ഞാലും ശരി, അവർ ആജീവനാന്തം ജയിലിൽ കിടക്കേണ്ടവർക്കും അല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള പരോൾ ലഭിക്കില്ല എന്ന തരത്തിലുള്ള ശക്തമായ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കഞ്ചാവ് മാഫിയ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് മാഫിയ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന് തന്നെയാണ് അമിത്ഷയും സംഘവും ഇപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ 3 വർഷത്തെ ഒരു ഓപ്പറേഷൻ്റെ വലിയ വിപുലമായിട്ടുള്ള ഒരു സ്വഭാവം, അതിൻ്റെ രീതി, അതിൻ്റെ ഒരു പ്രവർത്തന രീതി എല്ലാം തന്നെ വിവരിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന സൂചനകൾ.